Krishna Leela, Joy Alucas, world's favorite jeweler. കുറച്ച് പേഴ്സണൽ ലൈഫിലേക്ക് ഞാനൊന്ന് ചുഴിഞ്ഞു കയറട്ടെ. ചുഴിഞ്ഞു കേറിക്കും. പക്ഷെ ഞാൻ അത്യാവശ്യം നല്ല മിടുക്കിയാണല്ലേ ആൻസർ. ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെ അടുപ്പമുള്ളൊരു സുഹൃത്തിനെ അറിയാമല്ലോ. എന്റെ സുഹൃത്താണോ അല്ലെന്നൊന്നും ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ലല്ലോ. മോസ്റ്റ് പ്രൈവറ്റ് പബ്ലിക് പേഴ്സൺ എന്ന് പറയാൻ വേണമെങ്കിൽ നമ്മൾ ഇങ്ങനെയൊക്കെ തന്നെ അറിഞ്ഞിരിക്കുക. അതാ എന്ത് ചെയ്യാൻ പറ്റും, അങ്ങ് കാര്യങ്ങളൊക്കെ അങ്ങ് നടക്കട്ടെ. ഞാൻ ഇന്നും കൂടി ഇൻസ്റ്റാഗ്രാം നോക്കായിരുന്നു, എന്തെങ്കിലുമൊക്കെ കുറച്ച് പേഴ്സണൽ ആയിട്ടുള്ള സാധനങ്ങൾ കിട്ടുകയാണെങ്കിൽ എടുത്തു വെക്കാന്ന് വെച്ചിട്ട് കിട്ടിയില്ലല്ലേ. ഓരോരുത്തർക്കും ഓരോ സിനിമ വരുമ്പോഴത്തേക്കും ആ ഫാമിലിയിൽ എല്ലാവരും തമ്മിൽ ഇങ്ങനെ എടി നിനക്ക് ഇങ്ങനെ ഈ സിനിമ കിട്ടി എനിക്ക് കിട്ടിയില്ലല്ലോ. ഇവിടെ ഇങ്ങനെ ആർക്കെങ്കിലും കോള് വരുമ്പോ എന്നാലും അവരെന്തുകൊണ്ട് എന്നെ വിളിച്ചില്ല നമ്മൾ ചിന്തിക്കും. നമ്മൾ കോൺട്രവേഴ്സികൾ ഇല്ലെന്ന് പറയുമ്പോഴും ഈ ദിയയുടെ ഓബയോസിയായിട്ട് ബന്ധപ്പെട്ട് നടന്ന കുറെ വിഷയങ്ങൾ ഇല്ല, അത് ബാധിച്ചില്ല എന്ന് പറയാൻ പറ്റില്ല, ഭയങ്കര ബാധിച്ചു. കാരണം ഫസ്റ്റ് ഓഫ് ഓൾ ഓസി പ്രഗ്നന്റ് ആയിരുന്നു. ഈ കേസിൽ സംഹൗ ആൾക്കാർക്ക് നമ്മുടെ സൈഡിലൊരു ജെന്യൂനിറ്റി മനസ്സിലായി. ഈ സിനിമ കണ്ടതിന് ശേഷം എന്തായിരുന്നു ഏറ്റവും വ്യത്യസ്തമായ ഒരു അഭിപ്രായം? ഇറ്റ്സ് എ വെരി സിമ്പിൾ മൂവി, അല്ലാതെ ഒരു ഭയങ്കര ട്വിസ്റ്റോ ത്രില്ലർ അങ്ങനെ ഒരു മൂവി അല്ല. എനിക്ക് വളരെ കുറച്ച് ചെയ്യാനുള്ളൂ. അപ്പോൾ അമ്മ പറഞ്ഞു ഈ കുറച്ച് ചെയ്യാനുള്ളതും വേണമെങ്കിൽ കുളമാക്കാം. ഇൻഫാക്ട് ഞാൻ അച്ഛനൊന്നും അങ്ങനെ ചിരിക്കുന്ന കണ്ടിട്ടില്ല. പക്ഷെ ഇന്നലെ അച്ഛൻ എന്റെ സൈഡിൽ നിന്ന് ഒരേ ചിരി. അച്ഛൻ ഇങ്ങനെ ഞാൻ ഇങ്ങനെ നോക്കുന്ന അച്ഛൻ എന്ത് ഇത്രയ്ക്കും. ഇപ്പൊ അഹാനയുടെ ആണെങ്കിലോ ദിയയുടെ ആണെങ്കിലോ ഇന്റർവ്യൂസ് അടക്കം ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഒത്തിരി ഉണ്ട്. ഇഷാനെ അങ്ങനെ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ പോലും വളരെ ഒന്നോ രണ്ടോ ഇന്റർവ്യൂസ് ഒക്കെ ആകെ കാണാനുള്ളൂ. ഇത് എന്റെ അടുത്ത് കഴിഞ്ഞ ഇന്റർവ്യൂവിലും ചോദിച്ചായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു എന്നെ അങ്ങനെ ആരും വിളിക്കാൻ വിളി വരും കേട്ടോ, വിളിച്ചോളൂ, ഞാൻ റെഡിയാണ്. ഇഷാനി പല ഇന്റർവ്യൂസിലെ പല വീഡിയോസിലൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, എനിക്ക് കല്യാണം കഴിക്കണം, കുട്ടി വേണം, ഇങ്ങനെയുള്ള കോൺസെപ്റ്റുകളിലൊന്നും വലിയ വിശ്വാസമോ അല്ലെങ്കിൽ ആഗ്രഹമുള്ള ആളല്ല. ചിലപ്പോൾ കല്യാണം കഴിക്കും അല്ലെങ്കിൽ ഇല്ല, അങ്ങനത്തെ ഒരു ലൈനിൽ പോകുന്ന ആളാണ്. പക്ഷെ അത് കഴിഞ്ഞിട്ട് ലൈഫിൽ വളരെ നമ്മുടെ കൂട്ടത്തിൽ തന്നെയുള്ള ഒരു സിബ്ലിംഗ് കല്യാണം കഴിച്ച് കുഞ്ഞുണ്ടായി, ആ ഒരു ലൈഫ് ചേഞ്ച് കണ്ടപ്പോൾ ഇഷാനിയുടെ മനസ്സിൽ എന്തെങ്കിലും മാറ്റം വന്നു? എനിക്കിതിനോടൊന്നും താല്പര്യമില്ല എന്ന് ഞാൻ പറയില്ല. എനിക്ക് ആസ് ഓഫ് നൗ താല്പര്യമില്ല എന്നാണ്. ഒരു ഏജ് കഴിയുമ്പോൾ ഐ വുഡ് ഡെഫിനറ്റ്ലി വോണ്ട് ടു ഗെറ്റ് മാരിഡ് ആൻഡ് ഓൾ. എനിക്ക് അറിഞ്ഞൂടാ, അപ്പോഴത്തേക്ക് എന്റെ മൈൻഡ് സെറ്റ് മാറുന്ന അറിഞ്ഞൂടാ. ആസ് ഓഫ് നൗ ഐ വുഡ് വോണ്ട് ടു, ബട്ട് നോട്ട് എനി ടൈം സൂൺ. എനിക്ക് മേ ബി എന്തായാലും ഒരു 28-29 വരെ ഞാൻ ചിന്തിക്കുന്നേ ഇല്ല. 30 ഒക്കെയാണ് ഞാൻ ചിന്തിക്കുന്നത് അപ്പോഴും. അപ്പൊ എനിക്ക് വേണ്ടാന്ന് തോന്നിയാൽ ഞാൻ വേണ്ടാന്ന് തന്നെ തീരുമാനിക്കും. ദിയ ഗോട്ട് മാരിഡ് വെൻ ഷീ വാസ് 26. അത് അവളുടെ ഇഷ്ടം, അതിന് ഞാൻ എന്ത് പറയാനാണ്. അത് അവള് കല്യാണം കഴിക്കുന്ന കണ്ടിട്ട് എനിക്കും എന്നാ പിന്നെ ഞാനും അങ്ങനെ തോന്നിയിട്ടില്ല. എനിക്ക് എന്റെ ഒരു ഡിസിഷൻ എന്തായിരുന്നു, എനിക്ക് സെയിം സ്റ്റാൻഡ് തന്നെയാണ്. കാരണം ഒരു ഇന്റർവ്യൂല് ഞാൻ കേട്ടു, അതായത് ഓമി വന്നതിന് ശേഷമാണ് ലൈഫിൽ കുറെ കാര്യങ്ങൾ കുട്ടികളോട് സിമ്പതൈസ് ചെയ്യാൻ അല്ലെങ്കിൽ കമ്പാഷനേറ്റ് ആവാനൊക്കെ പഠിച്ചു എന്നുള്ളത്. അത് ശരിയാ. എനിക്ക് ബേബീസിനെ എനിക്ക് ഇഷ്ടമാണ്, ഇല്ലാന്നല്ല. ബട്ട് ഈ പറഞ്ഞ പോലെ ഭയങ്കര ഒരു അയ്യോ എനിക്ക് ഏത് ബേബിയെ കണ്ടിലും എടുക്കണം അങ്ങനെ തോന്നുന്ന ഒരാളല്ലായിരുന്നു ഞാൻ. ബേബീസിനെ കണ്ടാൽ ദൂരെ നോക്കും അത്ര തന്നെ. പക്ഷെ ഇപ്പോഴും ഞാൻ വേറൊരാളുടെ ബേബീനെ കണ്ടാൽ അങ്ങനെയൊന്നും പോയി പറയത്തില്ല. പക്ഷെ എന്റെ ഉള്ളിൽ സംതിങ് ചേഞ്ച്ഡ് എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പൊ ഓമീനെ വെച്ചാൽ നമുക്ക് എല്ലാവർക്കും നമ്മുടെ ജീവൻ എന്ന് തന്നെ പറയാം. ശരിയാണ്. കാരണം അവൻ ലിറ്ററലി അവൻ ജനിക്കുന്ന അന്ന് തൊട്ട് നമ്മൾ അവനെ കാണുമല്ലേ. അപ്പൊ അതിപ്പോ ഹൻസു ആണെങ്കിലും അങ്ങനെ ആണ്. ബട്ട് അന്ന് ഞാനും കുഞ്ഞായിരുന്നു, എനിക്ക് 5 വയസ്സായിരുന്നല്ലോ. അപ്പൊ ഇപ്പൊ ഒരു അഡൾട്ട് ആയിട്ട് അങ്ങനെ ഒരാളെ കാണുമ്പോ വേറെ ഒരു ബേബീനെ കാണുമ്പോഴും നമുക്ക് അതേ ആ ഒരു കമ്പാഷൻ തോന്നും. അങ്ങനെ സംതിങ് ഇൻസൈഡ് മീ ചേഞ്ച്ഡ് ഓമിയുടെ അറൈവലിന് ശേഷം. അമ്മയോട് എപ്പോഴെങ്കിലും ഒരു സിനിമയിൽ അഭിനയിച്ചുകൂടെ എന്ന് നിങ്ങൾ ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? അമ്മ പണ്ട് എനിക്ക് സീരിയലിൽ അഭിനയിച്ചിട്ടുണ്ട് കേട്ടോ. എന്നെ പ്രഗ്നന്റ് ആയിരുന്നപ്പോ അമ്മ അഭിനയിച്ചിട്ടുണ്ട്. അമ്മയ്ക്ക് ഇഷ്ടമാണ്. പക്ഷെ പിന്നെ അങ്ങ് നടന്നില്ല. ഇനിയിപ്പോ ഒരു മൂവിയില് അഭിനയിച്ചൂടെ നമ്മളാരും ചോദിച്ചിട്ടില്ല. ചിലപ്പോ അമ്മയ്ക്ക് ഓഫർ കിട്ടിയ അമ്മ അഭിനയിക്കുമായിരിക്കും. ഈ വീട്ടിൽ എപ്പോഴും നോക്കുമ്പോ ആരെങ്കിലും ഒരാളൊക്കെ എപ്പോഴും ട്രാവൽ ചെയ്തോണ്ടിരിക്കുകയായിരിക്കും, ആരെങ്കിലും ഒരാൾ മിനിമം. അപ്പൊ അമ്മേനെ ഇപ്പൊ എന്റെ ഒക്കെ വീട്ടിൽ ഞാനൊക്കെ വളർന്നൊരു സാഹചര്യത്തിൽ ഒരു ദിവസം അമ്മ വീട്ടിൽ നിന്ന് മാറി നിൽക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ആ വീട് ഉറങ്ങിയ അവസ്ഥയാണ്, ഭയങ്കര ബോറാണ്.
അങ്ങനത്തെ ഒരു ഫീല് അവിടെ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? കാരണം അമ്മ മിക്കവാറും ട്രാവൽ ആണല്ലോ നിങ്ങൾ ആരെങ്കിലും ഒരാളുടെ കൂടെ. ഇപ്പൊ അമ്മ ഇല്ല. എനിക്ക് അമ്മ ഇല്ലാത്തപ്പോ ഒരു ചെറിയ വിഷമമാണ്. കാര്യങ്ങളൊക്കെ നടന്നു പോകും വീട്ടിലുള്ളത്. അമ്മ വേണം അങ്ങനെയൊന്നുമില്ല, കാര്യങ്ങളൊക്കെ നടന്നു. പക്ഷെ ഞാൻ അമ്മയെ പേഴ്സണലി ഭയങ്കര മിസ് ചെയ്യും. കാരണം ഞാൻ എപ്പോഴും വീട്ടിലായിരിക്കും, വീട്ടിൽ അമ്മയും കാണും, ഞാനും അമ്മയും എപ്പോഴും ഒരുമിച്ചായിരിക്കും. ഞാൻ എപ്പോഴും മെസ്സേജ് അയക്കും, വിളിക്കും, അങ്ങനെയൊക്കെ ചെയ്യും. പക്ഷെ ഇപ്പൊ ഇന്നത്തെ കാലത്ത് നമുക്ക് ഫോണൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ ഭയങ്കര പ്രോബ്ലം ഇല്ല. ബട്ട് എനിക്ക് അമ്മ ഉള്ളതാണ് ഇഷ്ടം എന്തുകൊണ്ടും. നിങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നിങ്ങൾ എല്ലാവരും 4 കുട്ടികളും വളരെ ബോൾഡ് ആയിട്ടുള്ള കുട്ടികളാണ്. അങ്ങനെ അതെ, സത്യം. ഇപ്പോ ചില ആൾക്കാർ അയ്യോ എനിക്ക് ആ ഡ്രസ്സ് ഞാൻ അത്ര കംഫർട്ടബിൾ അല്ല, ഞാൻ അത് ഇടില്ല, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാൻ ഞാൻ അത്ര കംഫർട്ടബിൾ അല്ല, അങ്ങനെ ഒന്നും അവിടെ ആർക്കും അങ്ങനെ ഒരു ഇൻഹിബിഷൻസ് ഉള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. സത്യത്തിൽ അങ്ങനെയാണോ? ഐ തിങ്ക് ഏറ്റവും ബോൾഡ് നമ്മുടെ കൂട്ടത്തില് അഹാനും ദിയയാണെന്ന് ഞാൻ പറയും. അത് മേ ബി അവര് എൽഡർ കിഡ്സ് ആയതുകൊണ്ടും കൂടെ ആയിരിക്കാം. അവരുടെ ഒരു വളർത്തു രീതിയിൽ അവര് മൂത്തതായതുകൊണ്ട് കുറച്ചുകൂടെ അവര് ബോൾഡാന്ന് ഞാൻ പറയും. ബട്ട് ഞാൻ ഒക്കെ കുഞ്ഞിലെ അത്ര ഒട്ടും ബോൾഡ് അല്ലായിരുന്നു. ആസ് ഐ ഗ്രൂ അപ്പ് ഐ തിങ്ക് ഞാൻ കുറച്ചും കൂടെ ബോൾഡായി. മേ ബി അഹാനേനെയും ദിയനെയൊക്കെ കണ്ടു തന്നെ ആയിരിക്കാം. അത്ര എനിക്ക് അതിനെ കുറിച്ച് ഞാൻ തന്നെ സ്വയം എത്ര പുകഴ്ത്തുന്നത് എങ്ങനെയാണല്ലേ. അതുപോലെ ഇപ്പൊ ഹൻസികനെ എടുത്തു കഴിഞ്ഞാൽ ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, ഈ ഹൻസിക റബ്ബർ ബാൻഡ് ആണോ, ഇതിന് നട്ടെല്ലൊന്നും ഇല്ലേന്ന് അല്ലേ? അങ്ങനെ എങ്ങനെയൊക്കെയാണ് ഇങ്ങനത്തെ സ്റ്റെപ്പുകളൊക്കെ ചെയ്യുക എന്നുള്ളത്? അവള് കുഞ്ഞിലെ ജിംനാസ്റ്റിക്സ് ചെയ്യുമായിരുന്നു. ജിംനാസ്റ്റിക് ക്ലാസ്സിൽ പോയി പഠിക്കുവായിരുന്നു. അവൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. അപ്പൊ അവൾ ഈ സ്പ്ലിറ്റ്, തലകുത്തി മറിയല് അതൊക്കെ ഈസിലി ചെയ്യും. അപ്പൊ അത് അവൾക്ക് കുഞ്ഞിലെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. നിങ്ങൾ ആരെങ്കിലും അത് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടോ? ഞാൻ ശ്രമിക്കാറുണ്ട്, പക്ഷെ എനിക്ക് ഒട്ടും പറ്റാറില്ല. ഞാൻ ഫ്ലെക്സിബിലിറ്റി എനിക്ക് വളരെ വീക്കാണ്. പക്ഷെ ഇഷാനി ഇങ്ങനെ മറ്റേ തൂങ്ങിക്കിടന്ന് പോകുന്നതൊക്കെ കാണുമ്പോൾ വളരെ ഫ്ലെക്സിബിൾ ആയി തോന്നാറുണ്ടല്ലോ. അത് പക്ഷെ സ്ട്രെങ്ത് ആണ് കൂടുതൽ, ഫ്ലെക്സിബിലിറ്റി എനിക്ക് വളരെ കുറവാണ്. നമ്മുടെ ജിമ്മിൽ തന്നെ വരുന്ന ഗേൾസിനെ വെച്ച് നോക്കുമ്പോൾ ഇപ്പൊ എന്നെക്കാളും അത്യാവശ്യം സൈസ് ഒക്കെ ഉള്ള കുട്ടികൾ കാണും, പക്ഷെ അവർക്ക് എന്നെക്കാളും മച്ച് ഫ്ലെക്സിബിൾ ആയിരിക്കും. എനിക്ക് ഈ സ്പ്ലിറ്റിന്റെ എനിക്ക് ഇത്ര പോലും പറ്റില്ല, അത് എനിക്ക് ഒട്ടുമില്ല. പക്ഷെ ഹൻസൂന് അത് സൂപ്പർ ആയിട്ടുണ്ട്. പക്ഷെ അവൾക്ക് ഇപ്പൊ പണ്ടത്തെ അത്ര ഇല്ല, കാരണം പണ്ട് ഡെയിലി ചെയ്യും. ഇപ്പൊ എന്നാലും എന്നെക്കാളും എന്തുകൊണ്ട് ഫ്ലെക്സിബിളാ, ബട്ട് പണ്ടത്തെ ആ ഒരു ഫ്ലെക്സിബിലിറ്റി ഇപ്പൊ അത്രക്കില്ല. പക്ഷെ അവൾക്കൊന്ന് ബ്രഷ് ചെയ്തെടുത്താൽ സൂപ്പർ ആയിട്ട് ഇപ്പോഴും പറ്റും. കുറച്ച് പേഴ്സണൽ ലൈഫിലേക്ക് ഞാനൊന്ന് ചുഴിഞ്ഞു കയറട്ടെ. ചുഴിഞ്ഞു കേറിക്കും, പക്ഷെ ഞാൻ അത്യാവശ്യം നല്ല മിടുക്കിയാണല്ലേ. ഇങ്ങനെ ഡൈവേർട്ട് ചെയ്ത് നമ്മൾ വിവാഹം കഴിക്കുന്നില്ല നമ്മൾ പറയുമ്പോഴും ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെ അടുപ്പമുള്ള ഒരു സുഹൃത്തിനെ അറിയാമല്ലോ. അതെന്താണ്? പേര് ഞാനായിട്ട് പറയുന്നില്ല, ഞാനായിട്ടൊന്നും അറിയുന്നില്ല എന്തായാലും. പക്ഷെ അപ്പൊ എന്തായിരിക്കും ആ സുഹൃത്തിന് വിഷമം വരൂല്ലേ ഇങ്ങനെയൊക്കെ കേട്ട് കഴിഞ്ഞാൽ? സുഹൃത്ത് എന്റെ സുഹൃത്താണോ അല്ലെന്നൊന്നും ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ലല്ലോ. അത് ആൾക്കാർ പെർസീവ് ചെയ്യുന്ന രീതിയിൽ. അതിപ്പോ എന്താണെങ്കിലും എനിക്കിപ്പൊ അത് വന്ന് പറയാനൊരു താല്പര്യമില്ല. കാരണം ഫ്യൂച്ചറിൽ എന്ത് വേണോ സംഭവിക്കാം. നമ്മളിപ്പോ എന്തെങ്കിലും പറഞ്ഞു എന്ന് വെച്ചോ, ഫ്യൂച്ചറിൽ അത് ആൾക്കാർ നമുക്ക് എഗൈൻസ്റ്റ് തന്നിട്ട് യൂസ് ചെയ്യും. എന്തിനാ വെറുതെ? അതുകൊണ്ട് അതൊക്കെ എന്താണെങ്കിലും സംഭവം അറിയേണ്ട സമയത്ത് എല്ലാരും അറിയും. അങ്ങനെ ഇരിക്കട്ടെ, അതാണ് എനിക്കിഷ്ടം. അത് ശരിയാ. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റുമല്ലേ, ഇതൊക്കെ നമ്മൾ ഇങ്ങനെയൊക്കെ തന്നെ അറിഞ്ഞിരിക്കുക. അതാ എന്ത് ചെയ്യാൻ പറ്റും, അങ്ങനെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ, ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ഇഷാനിയുടെ പേഴ്സണൽ ലൈഫ് ഇഷാനി എപ്പോഴും വളരെ പേഴ്സണൽ ആയിട്ട് തന്നെ വെക്കാറുള്ളത്. ഇപ്പൊ നമ്മൾ സോഷ്യൽ മീഡിയ നോക്കിയാൽ എവിടെയും അങ്ങനെ കാണാറില്ല. ഞാൻ ഇന്നും കൂടി ഇൻസ്റ്റാഗ്രാം നോക്കാറുണ്ട്, എന്തെങ്കിലുമൊക്കെ കുറച്ച് പേഴ്സണൽ ആയിട്ടുള്ള സാധനങ്ങൾ കിട്ടുകയാണെങ്കിൽ എടുത്തു വെക്കാന്ന് വെച്ചിട്ട് കിട്ടിയില്ല. എനിക്ക് തോന്നുന്നു ഞാനാണ്, എനിക്കറിയാനല്ല, ഏറ്റവും പബ്ലിക് ആണ് എന്നാൽ പ്രൈവറ്റ് ആണ്. അങ്ങനത്തെ മോസ്റ്റ് പ്രൈവറ്റ് പബ്ലിക് പേഴ്സൺ എന്ന് പറയാൻ വേണമെങ്കിൽ. അത് മനഃപൂർവ്വം ചെയ്യുന്നതാണോ അതോ മടി ആയതുകൊണ്ട് സംഭവിക്കുന്നതാണോ? എന്താണ് സംഭവം എന്താന്ന് വെച്ചാൽ, ഞാൻ ബേസിക്കലി ഒരു പബ്ലിക് പേഴ്സൺ അല്ല. ഓക്കെ, പക്ഷെ ഇപ്പൊ നമ്മള് ഫാമിലി ഫുള്ള് സോഷ്യൽ മീഡിയയിൽ ഉള്ള സ്ഥിതിക്ക് ഞാനും അങ്ങ് ഉണ്ട്. അപ്പൊ ഐ ലൈക്ക് സോഷ്യൽ മീഡിയ എല്ലാം. പക്ഷെ എനിക്ക് എന്നാൽ എൻ്റെ ഒരു പ്രൈവറ്റ് ലൈഫ് എനിക്ക് അങ്ങനെ പ്രൈവറ്റ് ആക്കി വെക്കാനാണ് താല്പര്യം. അത് മടിയുള്ളത് കൊണ്ടല്ല. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ പ്രൈവസി ഒക്കെ ബാക്കി സോഷ്യൽ മീഡിയക്കാര് അപഹരിച്ചുകൊണ്ട് പോകുന്നതായിട്ട് തോന്നാറുണ്ട്. എനിക്കിപ്പോ ഈ മീഡിയക്കാരാണെങ്കിലും എന്നെ അപ്രോച്ച് ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഇപ്പൊ എനിക്ക് ഈ ഒരു പബ്ലിക് ലൈഫ് ഞാൻ തന്നെ ചൂസ് ചെയ്തതാണല്ലോ. അപ്പൊ അതൊരു ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുക എന്നാണ് ഞാൻ നോക്കാറുള്ളത്. ഇപ്പൊ ആൾക്കാർ എന്നെ അപ്രോച്ച് ചെയ്യുന്നു അല്ലെങ്കിൽ എവിടെയെങ്കിലും മുമ്പ് വീഡിയോ എടുക്കുന്നു, അതൊന്നും എനിക്ക് ഒരു പ്രശ്നവും ഇല്ല. അൺലെസ് ദേ ലൈക്ക് വല്ലാത്തൊരു രീതിയിൽ അപ്രോച്ച് ചെയ്താലുള്ള കാര്യമല്ല. ബട്ട് നോർമലി ഒക്കെ എടുക്കുന്നത് എനിക്ക് വളരെ ഇഷ്ടമാണ്. എനിക്ക് എന്നെ തന്നെ ഇങ്ങനെ അവരൊക്കെ എടുക്കുന്ന വീഡിയോസ് ഒക്കെ കണ്ടുകൊണ്ടിരിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഒരു പരിധി വിട്ട് ലിമിറ്റ് ക്രോസ് ചെയ്ത് ഞാൻ എന്റെ പബ്ലിക് ലൈഫ് പുറത്തിടാറില്ല. പലപ്പോഴും ആലോചിക്കാറുണ്ട്, അതായത് ഇങ്ങനെ ഓരോരുത്തർക്കും ഓരോ സിനിമ വരുമ്പോഴത്തേക്കും ആ ഫാമിലിയിൽ എല്ലാവരും തമ്മിൽ ഇങ്ങനെ എടി നിനക്ക് ഇങ്ങനെ ഈ സിനിമ കിട്ടി എനിക്ക് കിട്ടിയില്ലല്ലോ എന്നുള്ള കോൺവെർസേഷൻ എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടാവും. ഇപ്പോഴിങ്ങനെ ആർക്കെങ്കിലും കോള് വരുമ്പോ എന്നാലും അവരെന്തുകൊണ്ട് എന്നെ വിളിച്ചില്ല നമ്മൾ ചിന്തിക്കും.
പിന്നെ നമ്മൾ ഓരോരുത്തരും ഏജ് കാറ്റഗറി ഡിഫറെന്റ് ആണല്ലോ. അപ്പൊ മേ ബി അത് നോക്കിയിട്ടോ അവർ ഉദ്ദേശിക്കുന്ന ഒരു ലുക്ക് നോക്കിയാലോ നമ്മൾ ഏകദേശം എല്ലാവരും സെയിം ലുക്ക് ആണ്. പിന്നെ ഏജിന്റെ ആയിരിക്കും എന്ന് വിചാരിച്ച് നമ്മൾ അങ്ങ് സ്വയം ആശ്വസിക്കും. പക്ഷെ നിങ്ങൾ എല്ലാവരും അവരവരുടേതായ ഫീൽഡുകളിലൊക്കെ മാറിപ്പോയി. അതായത് ഇപ്പോൾ സിയ എന്ന് പറഞ്ഞൊരു ബ്രാൻഡ് വരുന്നു, OCയുടെ ബ്രാൻഡ് വരുന്നു, ഇങ്ങനെയൊക്കെ ആകും ഭാവിയിൽ ഒരു ഓൺടർപ്രണേഴ്സ് ആകും എന്നൊക്കെ, അല്ലെങ്കിൽ ആക്ട്രസ് ആകും, ഇങ്ങനെയൊക്കെ ആലോചിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? പണ്ട് ഓൺലൈൻ ഒരു സംഭവം ഇല്ലായിരുന്നല്ലോ. അപ്പൊ ഒരിക്കലും ബിസിനസ് ഓണർ ആവണം, ഓൺലൈൻ ബിസിനസ് അങ്ങനെ ഒന്നും പ്ലാനേ ചെയ്തിട്ടില്ലായിരുന്നു. അത് നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ വന്നപ്പോൾ സാരി ബിസിനസ് സം ബിസിനസ് തുടങ്ങണം എന്ന് കുറെ നാളെ പ്ലാൻ ഉള്ളൂ. ഐ തിങ്ക് ഫ്രം ഒരു കോവിഡ് ടൈം മുതൽ നമ്മളിങ്ങനെ പറയും, ബിക്കോസ് നമുക്ക് എല്ലാവർക്കും ഇത്രയും ഫോളോവേഴ്സ് ഉണ്ട്, നമുക്കത് നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാൻ ഒരു ഓപ്ഷൻ ഉള്ളപ്പോൾ വി ഷുഡ് ഡെഫിനറ്റ്ലി സ്റ്റാർട്ട് സംതിങ് എന്നൊരു പ്ലാനിങ് ഉണ്ടായിരുന്നു. അത് ഇപ്പോൾ കഴിഞ്ഞ വർഷമാണ് നമ്മൾ പക്ഷെ ഇത് എങ്ങനെ നിങ്ങൾക്ക് ഇത്രയും സമയം കിട്ടുന്നത്? അതായത് ഓരോ സാരിയും ഓരോരുത്തരും ഓരോ സ്റ്റൈലിൽ ഉടുത്ത് ഇങ്ങനെ വരാനായിട്ടുള്ള ആ ഒരു പേഷ്യൻസ്, ക്ഷമ, അല്ലെങ്കിൽ സമയം, ഇതൊക്കെ എവിടുന്നാ കിട്ടുന്നത്? അത് കണ്ടുപിടിക്കണം. ഏത് ബിസിനസ് ആര് സ്റ്റാർട്ട് ചെയ്താൽ ഇറ്റ് വിൽ റിക്വയർ എ ലോട്ട് ഓഫ് ടൈം എല്ലാം. അതുപോലെ നമ്മൾ കണ്ടെത്തി. നമ്മൾ ഷൂട്ട് പ്ലാൻ ചെയ്യുമ്പോൾ നമ്മൾ ഒത്തിരി സാരീസിന് ഒരുമിച്ച് ചെയ്യാം. അപ്പോൾ ഒരു 2 days വിൽ ബി വെരി ഹെക്ടിക്. പക്ഷെ ആ ദിവസം എല്ലാവരും ഫ്രീ ആയിട്ട് വന്ന് ചെയ്ത് അടിപൊളിയാക്കി ഷൂട്ടൊക്കെ കംപ്ലീറ്റ് ചെയ്യും. ആണ്. പക്ഷെ ഇപ്പൊ എല്ലാവർക്കും എങ്ങനെ ഫ്രീ ആവാൻ പറ്റുന്ന ഒരു സമയം എന്നൊക്കെ പറയുന്നത് ഭയങ്കര അപൂർവമായിരിക്കില്ലേ ആ വീട്ടില്? ഇപ്പൊ നമുക്ക് അങ്ങനെ എല്ലാവർക്കും ബാക്ക് ടു ബാക്ക് സിനിമയൊന്നും ഇല്ലല്ലോ. എല്ലാവരും ഫ്രീ ടൈം ഉണ്ട്. നിങ്ങൾ എല്ലാവരും ബിസിയാണ്, എന്നാലും സമയം കണ്ടെത്താൻ ബുദ്ധിമുട്ടൊന്നും ഇല്ല കേട്ടോ. ഈ ഗാഡ്ജറ്റ്സ് പ്രണയം, അല്ലെങ്കിൽ വാഹനങ്ങളോടുള്ള പ്രണയം, അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലും ഒരു പ്രത്യേക താല്പര്യം ഈശൻ? ഇല്ല, ഞാനിപ്പോ എനിക്ക് ജിം ബോഡി നല്ല ടോൺ ആക്കണം അങ്ങനെ ഒരു ക്രേസ് ഉണ്ട്. ലൈക്ക് ഒത്തിരി തരം വർക്ക്ഔട്ട്സ് ചെയ്യണം, സ്ട്രെങ്ത് ബിൽഡ് ചെയ്യണം, ബോഡി നല്ല സെറ്റ് ആക്കണം. അതാണ് എനിക്ക് ആകെ ഉള്ളൊരു ക്രേസ്. അല്ലാതെ ഒരു മെറ്റീരിയലിസ്റ്റിക് ആയിട്ട് അങ്ങനെ പറയത്തക്ക രീതിയിലൊന്നുമില്ല. അങ്ങനെ ഒന്നും ചിന്തിക്കുന്ന ആളല്ല അല്ലെ? നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാലും ബാക്കി ഇപ്പൊ അഹാനയുടെ ആണെങ്കിലോ ദിയയുടെ ആണെങ്കിലോ ഇന്റർവ്യൂസ് അടക്കം ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഒത്തിരി ഉണ്ട്. ഇഷാനെ അങ്ങനെ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ പോലും വളരെ 1-2 ഇന്റർവ്യൂസ് ഒക്കെ ആകെ കാണാനുള്ളൂ. അതെന്തുകൊണ്ടാ? മാറി നിൽക്കുന്നതാണോ? ഇത് എന്റെ അടുത്ത് കഴിഞ്ഞ ഇന്റർവ്യൂവിലും ചോദിച്ചായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, എന്നെ അങ്ങനെ ആരും വിളിക്കാറില്ല. അയ്യോടാ, അങ്ങനെ പറയല്ലേ. സത്യം. കാരണം ഈ പറഞ്ഞ എനിക്ക് ഇത് കഴിയുമ്പോഴത്തേക്കും വിളി വരും കേട്ടോ. വിളിച്ചോളൂ, ഞാൻ റെഡിയാണ്. എനിക്ക് ഇഷ്ടമാണ് ഇന്റർവ്യൂസ് ഒക്കെ ചെയ്യാൻ. പക്ഷെ എന്ന് വെച്ച് ഇങ്ങനെ വെറുതെ ഇപ്പൊ ഒന്നും ചെയ്യാതെ വെറുതെ വീട്ടിലിരിക്കുമ്പോ ഒരു ഇന്റർവ്യൂ കൊടുക്കുന്നതിൽ അർത്ഥമില്ലല്ലോ. എന്നിട്ട് തന്നെ അങ്ങനെ ഭയങ്കര എനിക്ക് കോൾസ് വരുന്നു, ഞാൻ നോ പറയുന്നത് നല്ല കേട്ടോ. എനിക്കൊന്ന് ഇപ്പൊ എന്നെ വിളിച്ചാൽ തന്നെ ഇപ്പൊ എനിക്ക് മൂവി ഉള്ളത് കൊണ്ട് ഇപ്പൊ ചേച്ചി വിളിച്ചു, എന്റെ അടുത്ത് എന്തെങ്കിലുമൊക്കെ ചോദിക്കാം. പക്ഷെ ഞാൻ വെറുതെ ഇരിക്കുമ്പോൾ എന്ത് ചോദിക്കും? കാരണം ഞാൻ അങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഒത്തിരി ആക്റ്റീവ് അല്ല, കോൺട്രവേഴ്സീസിലില്ല. അപ്പോൾ ഒരു ഇന്റർവ്യൂ ആവാൻ നമുക്ക് ഇന്ററാക്ട് ചെയ്യാൻ നമുക്ക് സ്റ്റഫ് വേണ്ടേ? അപ്പൊ എനിക്ക് തോന്നുന്നു അങ്ങനെ വലിയ സ്റ്റഫ് എന്റെ അടുത്ത് ഡിസ്കസ് ചെയ്യാൻ ഉണ്ടെന്ന് ഇന്റർവ്യൂ ചെയ്യുന്ന ആൾക്കാർക്കും കൂടെ തോന്നണ്ടേ. അതുകൊണ്ടായിരിക്കും എനിക്ക് അങ്ങനെ ഒത്തിരി കോൾസ് വരാറില്ല ഇന്റർവ്യൂവിന്റെ. എങ്ങനെ നിങ്ങളുടെ വീട്ടിൽ ഇത്രമാത്രം ഈ പഴയ വീഡിയോസ് ഉണ്ടാവുന്നത്? ആക്ച്വലി ഇല്ലേ, കുറെ കൂടെ പഴയ വീഡിയോസ് ഉണ്ടായിരുന്നു, അത് മിസ്സായി പോയി. അതെ, ഇത്ര ഉള്ളത് തന്നെ വലിയ ഭാഗ്യമാണ്. അച്ഛനും അമ്മയ്ക്കും പൊതുവെ ഇങ്ങനെ മൊമെന്റ്സ് ക്യാപ്ചർ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. നമ്മുടെ ഒത്തിരി ഫോട്ടോസും ഒക്കെ ഉണ്ട്. പിന്നെ ഞാനൊക്കെ വളരെ കുഞ്ഞായിട്ടുള്ള ഒരു വീഡിയോ ആക്ച്വലി അച്ഛന്റെ ബ്രദറിന്റെ കല്യാണ സമയത്ത് വീഡിയോഗ്രാഫർ വന്ന് എടുത്ത അങ്ങനത്തെ വീഡിയോ ആണ്. അപ്പൊ അതല്ല നമ്മൾ പേഴ്സണലി എടുത്തതല്ല. അങ്ങനെ മിസ്സായത് ഞാൻ പണ്ട് UKG പഠിക്കുന്ന ഒരു ഡാൻസ് കളിക്കുന്നൊക്കെ വീഡിയോ ഉണ്ടായിരുന്നു, ഭരതനാട്യം സ്കൂളില്. ഭയങ്കര ഫണ്ണി വീഡിയോസ് ആയിരുന്നു. അതെല്ലാം എനിക്ക് തോന്നുന്നു നമ്മളെപ്പോഴും വീടൊന്ന് പെയിന്റ് ഒക്കെ ചെയ്ത് റെനോവേറ്റ് ചെയ്തപ്പോ അതെങ്ങോട്ടോ പോയി. ഇറ്റ്സ് ജസ്റ്റ് മിസ്സിങ്. അതിൽ കുറേ നല്ല വീഡിയോസ് ഉണ്ടായിരുന്നു. അതെനിക്ക് ഭയങ്കര വിഷമം. കാരണം എന്റേതാണ് ആകെ ബേബി വീഡിയോസ് ഇല്ലാത്തത്. അഹാന അച്ഛന്റെ ഒരു സീരിയലിൽ അഭിനയിച്ചൊരു ബേബി വീഡിയോ ഉണ്ട്. ദിയ നമ്മുടെ കസിൻ തൻവിയുടെ നൂലുകെട്ടിന്റെ സമയത്തുള്ളൊരു വീഡിയോ ഉണ്ട്. അതിൽ ഓസി ബേബിയാ, എത്രയോ മന്ത്സ്. ഹൻസ് ജനിച്ചപ്പോൾ 2005 ആണ് നമ്മുടെ തന്നെ മറ്റേ വീഡിയോ ക്യാമറ ഉണ്ട്. പക്ഷെ ഞാൻ ബേബി ആയിരുന്നപ്പോൾ ഉള്ള വീഡിയോ ഇല്ല. എനിക്ക് ഇത് 3 years തൊട്ടുള്ള അത് തന്നെ ഒരു വീഡിയോ അച്ഛന്റെ ബ്രദറിന്റെ വെഡിങ് സമയത്ത് എടുത്തതുള്ളത് കൊണ്ട് ഭാഗ്യം. അപ്പൊ എനിക്ക് അത് ഭയങ്കര വിഷമമാണ്, എന്റെ മാത്രം ബേബി വീഡിയോ ഇല്ല. ഈ അടുത്ത കാലത്തുണ്ടായ ഒരു കോൺട്രവേഴ്സി, നമ്മൾ കോൺട്രവേഴ്സികൾ ഇല്ലെന്ന് പറയുമ്പോഴും ഈ ദിയയുടെ ഓബയോസിയായിട്ട് ബന്ധപ്പെട്ട് നടന്ന കുറെ വിഷയങ്ങൾ, ആ സമയത്ത് നമുക്കെതിരെ കുറെ ആളുകൾ പറഞ്ഞപ്പോ അതൊക്കെ ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്തിരുന്നു. അതോ അതൊക്കെ നിങ്ങളെ അത് ബാധിക്കാതെ വളരെ സൂപ്പർഫിഷ്യൽ? അത് ബാധിച്ചില്ല എന്ന് പറയാൻ പറ്റില്ല, ഭയങ്കര ബാധിച്ചു. കാരണം ഫസ്റ്റ് ഓഫ് ഓൾ ഓസി പ്രഗ്നന്റ് ആയിരുന്നു. അതും ഐ തിങ്ക് 8 months അങ്ങനെ എന്തോ. അപ്പൊ അവൾക്ക് അത് വളരെ ഒരു അൺവാണ്ടഡ് പ്രഷർ ആയിരുന്നല്ലോ. ആൻഡ് ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ പബ്ലിക് ഫിഗർ ആയിട്ട് നിൽക്കുന്ന ഒരു ആൾക്കാർക്കെതിരെ എന്തെങ്കിലും വന്നാൽ പൊതുവെ ജനങ്ങൾ നമുക്ക് എഗെയിൻസ്റ്റ് തിരിയാനുള്ളതാണ് ഒരു ട്രെൻഡ്. ബട്ട് ഈ കേസിൽ സംഹൗ ആൾക്കാർക്ക് നമ്മുടെ സൈഡിലൊരു ജെന്യൂനിറ്റി മനസ്സിലായി. അതിന് വി ആർ സോ താങ്ക്ഫുൾ. കാരണം
അതിൽ വന്ന ആ കുട്ടികൾ പിന്നെ ഒരു ഇന്റർവ്യൂ ഒക്കെ കൊടുത്തപ്പോൾ നമ്മൾ വിചാരിച്ചു എല്ലാവരും നമുക്ക് അഗൈൻസ്റ്റ് തിരിയും. ബട്ട് എങ്ങനെ ദൈവം സഹായിച്ച് നമ്മുടെ ഒരു ഇന്നസെൻസ് അവിടെ ആൾക്കാർക്ക് നമ്മൾ അധികം പ്രൂവ് ചെയ്യാതെ തന്നെ മനസ്സിലായി. അപ്പൊ ആൾക്കാരുടെ ഒരു സപ്പോർട്ട് ആ സമയത്ത് നമുക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു. അല്ല, എപ്പോഴെങ്കിലും അത്തരം കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ടോ? വീട്ടില് ചർച്ച ചെയ്യാറുണ്ട്, ഓസിയും അച്ഛനും അമ്മയൊക്കെ തമ്മിൽ. അതിൽ ഞാനങ്ങനെ ഇടപെടാറില്ല. എനിക്കാകെ അറിയാവുന്ന എന്റെ ഒരു ഫ്രണ്ട് കാരണമാണ് ഇത് അറിഞ്ഞത്. എന്റെ ഒരു ഫ്രണ്ടാണ് ഇങ്ങനെ എന്റെ അടുത്ത് നമ്മൾ കറങ്ങാൻ പോയപ്പോ പറഞ്ഞു, എടേ ഞാൻ തന്റെ ചേച്ചിയുടെ കടയിൽ പോയായിരുന്നു, അവിടുത്തെ കുട്ടിയാണ് ഇങ്ങനെ ഗൂഗിൾ പേ തന്നത്, അങ്ങനെയാണോ? ഞാൻ പറഞ്ഞു എനിക്ക് അറിയില്ല, ഞാൻ ഒന്ന് വിളിച്ചു ചോദിക്കട്ടെ പറഞ്ഞു. ഞാൻ വിളിച്ചു ചോദിച്ച് അങ്ങനെ ഒരു കൺഫ്യൂഷൻ വന്ന് തപ്പിയാണ് കണ്ടുപിടിച്ചത്. എനിക്ക് അതിലൊരു അഭിമാനമുണ്ട്, എന്റെ ആ ഫ്രണ്ടാണ്. അതെ അതെ അതെ, അതുകൊണ്ട് 4 എനിക്ക് കൂടുതൽ ഫ്രീ ആയിട്ട് തരണം. ഈ സിയ എന്നുള്ള പേരിട്ടത് ആരായിരുന്നു? നിങ്ങളുടെ ഒരു കോസ്റ്റ്യൂം ബ്രാൻഡ് തുടങ്ങിയപ്പോഴത്തേക്ക്? അത് ഞാൻ ആദ്യം പറയുന്നുണ്ടായിരുന്നു നമുക്ക് ഇനിഷ്യൽസ് വെച്ചാലോ, പക്ഷെ ആദ്യം ആ ഐഡിയ ആർക്കും ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ പിന്നെ അമ്മുവാണ് ഈ കോമ്പിനേഷൻ SIAH എന്ന് കൊണ്ടുവന്നത്. ആദ്യം നമുക്കൊരു ഡൗട്ട് ഉണ്ട്, അത് വേണോ പറയാനൊരു സുഖമില്ല. പക്ഷെ പിന്നെ നമുക്കത് ലോഗോ ഒക്കെ അമ്മു തന്നെ ഉണ്ടാക്കി. അതിങ്ങനെ ലോഗോ ഒക്കെ ആയിട്ട് കണ്ടപ്പോ കൊള്ളാം എന്ന് തോന്നി, അങ്ങനെ ഇട്ട പേരാണ്. സോ ഫാർ സോ ഗുഡ് ആയിട്ട് പോകുന്നുണ്ടോ? നല്ല അത്യാവശ്യം നന്നായിട്ട് തന്നെ പോകുന്നുണ്ട്. പിന്നെ നമ്മളിതൊരു ഫുൾ ടൈം ബിസിനസ് ആയിട്ടല്ല, അതൊരു വളരെ നമ്മളൊരു ഡ്രോപ്പ് പോലെ ഇടും, അത് വിറ്റ് പോവും. പിന്നെ നമ്മൾ മേ ബി 1 or 2 months കഴിഞ്ഞിട്ടേ ഇടും. അല്ലാതെ റെഗുലർ ബിസിനസ് പോലെ ഡെയിലി ഉള്ള അതല്ല. കാരണം നമുക്ക് അതിന് ടൈം കിട്ടില്ല, നമുക്ക് ആദ്യമേ അറിയാം. കാരണം നമുക്ക് വേറൊരു സൈഡിലൊരു കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ടല്ലോ, ഇത് നമുക്ക് സൈഡിൽ കൂടെ കൊണ്ടുപോകണം. അങ്ങനെയാണ്, ഇത് വളർന്ന് വരട്ടെ, ഗുഡ് ഫോർ അസ്. ബട്ട് ആസ് ഓഫ് നൗ നമ്മൾ വിചാരിച്ച പോലെ തന്നെ അത് പോകുന്നുണ്ട്. ഈ സിനിമ കണ്ടതിന് ശേഷം വീട്ടിലുള്ള ഓരോരുത്തരും ഓരോ തരം അഭിപ്രായങ്ങളായിരിക്കുമല്ലോ പറഞ്ഞിട്ടുണ്ടാവുക. എന്തായിരുന്നു ഏറ്റവും വ്യത്യസ്തമായ ഒരു അഭിപ്രായം കേട്ടത്? ഈ മൂവി കണ്ടിട്ട് ആക്ച്വലി ഏകദേശം എല്ലാവരും ഒരു അഭിപ്രായമാണ് പറഞ്ഞത്. എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടു. എല്ലാവർക്കും കൂടുതൽ ഇഷ്ടപ്പെട്ട മൂവിയുടെ ഫസ്റ്റ് ഹാഫ് ആണ്. വളരെ ഫണ്ണി ആയിരുന്നു. ഇൻഫാക്ട് ഞാൻ അച്ഛനൊന്നും അങ്ങനെ ചിരിക്കുന്ന കണ്ടിട്ടില്ല. പക്ഷെ ഇന്നലെ അച്ഛൻ എന്റെ സൈഡിൽ ഇരുന്ന് ഒരേ ചിരി. അച്ഛൻ ഇങ്ങനെ ഞാൻ ഇങ്ങനെ നോക്കുന്ന അച്ഛനെന്ത് ഇത്രയ്ക്കും. അപ്പൊ എനിക്ക് മനസ്സിലായി നല്ലൊരു അത്യാവശ്യം ഫാമിലിക്ക് ഇഷ്ടപ്പെടുന്ന മൂവിയാണ്. നമ്മുടെ വീട്ടില് ചേച്ചിയുണ്ട്, അപ്പച്ചിയും വന്നായിരുന്നു, ചേച്ചിയും വന്നു. ചേച്ചി ഒരേ കൈയടി, അപ്പുറത്തത് കൈ. ഞാൻ അലച്ചത് ശാലിനി ചേച്ചിയാണോ? അപ്പൊ അമ്മ ഞാനാണ്. അപ്പം അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. ഞാൻ എനിക്കൊരു വ്ളോഗ് എടുക്കുന്നുണ്ട് മൂവിക്ക്. അപ്പൊ എല്ലാവരുടെ റിവ്യൂ ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. വ്യത്യസ്തമായിട്ടുള്ളൊരു റിവ്യൂ എന്ന് പറയാൻ അങ്ങനെ, കാരണം ഇറ്റ്സ് എ വെരി സിമ്പിൾ മൂവി, അല്ലാതെ ഒരു ഭയങ്കര ട്വിസ്റ്റോ ത്രില്ലർ അങ്ങനെ ഒരു മൂവി അല്ല. അപ്പൊ നമുക്ക് അങ്ങനെ ഒരു റിവ്യൂ പറയാൻ പറ്റില്ല. പോയി ഇരുന്ന ഒരു ഫീൽ ഗുഡ് എന്റർടൈൻ, കുറെ ചിരിച്ച് കുറച്ചൊക്കെ ഇമോഷണൽ ആയി അങ്ങനെ വരുന്ന ഒരു പടമാണ്. പക്ഷെ വീട്ടിലുള്ള എല്ലാവരും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, വളരെ അനാലിസിസ് ഒക്കെ നൽകുന്ന ആൾക്കാരാണല്ലോ. അപ്പൊ ആ രീതിയിൽ ആരെങ്കിലും അതിന് പറഞ്ഞോ? ഇപ്പൊ അമ്മയാണെങ്കിലും അച്ഛനാണെങ്കിലും അമ്മൂടെ ഞാൻ ചോദിച്ചു. അപ്പൊ അമ്മു ഇപ്പൊ ഞാൻ ചോദിച്ചു എന്റെ റോളിനെ കുറിച്ച് എന്താ പറയാനുള്ളത് ചോദിച്ചു. അപ്പൊ എനിക്ക് വളരെ കുറച്ച് ചെയ്യാനുള്ളു. അപ്പൊ അമ്മ പറഞ്ഞു ഈ കുറച്ച് ചെയ്യാനുള്ളതും വേണമെങ്കിൽ കുളമാക്കാം, അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷെ ഞാനത് വളരെ സട്ടിലായിട്ട് ഒട്ടും ഓവർ ആക്കാതെ ഒട്ടും അണ്ടറും ആക്കാതെ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ചെയ്തു. ആ വാക്കാണ് പോയത്, വളരെ ക്ലീൻ ആയിട്ട് ചെയ്തു എന്ന് പറഞ്ഞു. അതാണെന്ന് തോന്നുന്നു ഏറ്റവും ഇങ്ങനെ എടുത്തു പറയാനായിട്ട് കിട്ടിയ ഒരു റിവ്യൂ. ഇനി എന്തെങ്കിലും ഭാവിയില് ആഹാന കൃഷ്ണ അല്ലെങ്കിൽ ഇഷാനി കൃഷ്ണ ആ ഫാമിലിയിൽ നിന്നും ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നതായിട്ട് നമുക്ക് പ്രതീക്ഷിക്കാമോ? ചെയ്യാൻ പറ്റട്ടെ. ഐ തിങ്ക് അതിനുള്ളൊരു സാഹചര്യം ഉണ്ടായാൽ വി മൈറ്റ്. ഇതുവരെ നമ്മളിപ്പോ ബിസിനസ് തുടങ്ങുന്ന പോലും ഇറ്റ് വാസൻ പ്ലാൻ, പണ്ടേ അതൊക്കെ നടന്നതാ. അപ്പൊ അതുപോലെ നമുക്ക് എല്ലാവർക്കും പൊതുവെ മൂവീസിൽ എല്ലാം ഇൻട്രസ്റ്റ് ഉണ്ട്. അപ്പൊ അത്രയ്ക്കൊക്കെ പൈസ കിട്ടിയ വി മൈറ്റ് ഡു. ഏതായാലും വിഷിംഗ് യു ഓൾ ദി വെരി ബെസ്റ്റ് അഗൈൻ ആൻഡ് താങ്ക് യു സോ മച്ച്. Krishna Leela, Joy Alucas, world's favorite jeweler.